പകൽ വെളിച്ചത്തിൽ ആ പോലീസുകാർ നക്ഷത്രങ്ങൾ ഓരോന്നായിട്ട് എണ്ണി തിട്ടപ്പെടുത്തുകയായിരുന്നു. അസഹനീയമായ വേദനയോടെ ആ പോലീസുകാരൻ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ അട്ട ചുരുളും പോലെ ചുരുണ്ടുകൂടി കിടന്നു. അതേ സമയത്ത് ഒരു വനിതാ പോലീസുകാരി നിലത്തു നിന്നും എഴുന്നേൽക്കുവാനായിട്ട് കിണഞ്ഞു ശ്രമിക്കുകയായിരുന്നു. ഒടുവിൽ അവരുടെ തലകറക്കം അവസാനിച്ചു. രണ്ടുപേരും നക്ഷത്രങ്ങൾ എണ്ണി തീർന്നു. അപ്പോഴാണ് അവർക്ക് പരിസരബോധമുണ്ടായത്. ഒരു ഞെട്ടലോടെ ഇരുവരും മനസ്സിലാക്കി, തങ്ങൾ മറ്റൊരു ജയിലിലേക്ക് കൊണ്ടുപോയ വനിതാ തടവുകാരി നൂറുകണക്കിന് ആളുകൾ നോക്കി നിൽക്കുമ്പോൾ കരാട്ടെ സ്റ്റൈലിൽ തങ്ങളെ ആക്രമിച്ച് രക്ഷപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, ഞങ്ങളെ ഇപ്പോൾ ആക്രമിച്ച തടവുകാരി എവിടേക്കാണ് പോയതെന്ന് അവർ അവിടെയുള്ള മറ്റു ജനങ്ങളോട് ചോദിച്ചു. അവരെല്ലാവരും അമ്പരപ്പോടെ തിരിഞ്ഞ് ഒരു ദിശയിലേക്ക് വിരൽ ചൂണ്ടി. പോലീസുകാർ അവിടേക്ക് നോക്കി. ദൂരെയായിട്ടൊരു പൊട്ടുപോലെ വെളുത്ത വസ്ത്രം ധരിച്ചൊരു രൂപം ഓടി മറയുന്നത് അവർ കണ്ടു. അവർക്ക് ഓടിച്ചിട്ട് പിടിക്കുവാനായിട്ട് കഴിയുന്നതിലും ദൂരം അപ്പോഴേക്കും ഗീതാ പർമാർ ഓടിക്കഴിഞ്ഞിരുന്നു. വയലുകളും വരമ്പുകളും താണ്ടി അവൾ ഓടിക്കൊണ്ടേയിരുന്നു. അപ്പോഴും ഗീതയുടെ കയ്യിൽ പോലീസ് അണിയിച്ച വിലങ്ങുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ കേട്ടത് ഇന്ത്യയിൽ മുഴുവനും ഒരു കാലത്ത് വലിയ വാർത്തയായ ഒരു ജയിൽ ചാട്ടത്തിൻ്റെ കഥയാണ്. കരാട്ടെ ഗീതാ പർമാറിൻ്റെ ജയിൽ ചാട്ടം. ഇനി നമുക്ക് ആരാണ് ഗീതാ പർമാർ എന്നും ഈ ജയിൽ ചാട്ടത്തിന് ശേഷം അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്നും നോക്കാം. ഗീതാ പർമാർ വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രകാശ് എന്ന ചെറിയൊരു ബാങ്ക് റോബറെ വിവാഹം കഴിച്ചു. അയാൾ പിന്നീട് പോലീസിന്റെ പിടിയിൽപ്പെടുകയും ജയിലിലാവുകയും ചെയ്തു. അതോടെ സ്ഥിര വരുമാനം നിലച്ചു. ജീവിക്കുവാനായിട്ട് ഗീതയ്ക്ക് വരുമാനമില്ലാതെയായി. അതോടെ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് പ്രവേശിക്കുകയല്ലാതെ അവൾക്ക് മറ്റു വഴിയില്ലായിരുന്നു. അങ്ങനെയാണ് കിനിറ്റ് അമീൻ എന്ന റോബറും മയക്കുമരുന്ന് നിർമ്മാതാവും മയക്കുമരുന്ന് കള്ളക്കടത്തുകാരനുമായ ഒരാളെ അവൾ പരിചയപ്പെട്ടത്. അയാളുടെ കീഴിൽ ഒരു ഗുണ്ടാസംഘം ഉണ്ടായിരുന്നു. അവൾ അതിന്റെ ഭാഗമായിട്ട് മാറി. ഈ കിനിറ്റ് അമീൻ ഒരു MBBS ഡ്രോപ്പ് ഔട്ട് ആണ്. അതുകൊണ്ട് തന്നെ അധോലോകത്തിൽ അയാൾ അറിയപ്പെട്ടത് ഡോക്ടർ എന്ന പേരിലാണ്. തുടക്കത്തിൽ ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുവാനാണ് സംഘം അവളെ നിയമിച്ചത്. അതിൽ ഒന്നിതായിരുന്നു, മഹാരാഷ്ട്രയിലെ താനെ ജയിലിലേക്ക് മൊബൈൽ ഫോൺ ബാറ്ററികൾ എത്തിക്കുക. കാരണം അവിടെ ചാർജ് ചെയ്യുവാനായിട്ട് ചാർജറോ വാൾ സോക്കറ്റുകളോ ഇല്ല. അതുകൊണ്ട് തടവുകാർക്ക് ഫോണിന്റെ ബാറ്ററികൾ ചാർജ് ചെയ്യുവാനായിട്ട് കഴിയില്ല. തടവുകാരുടെ കൈവശമുള്ള ഒളിച്ചു കടത്തിയ ഫോണിലെ ബാറ്ററി തീർന്നാൽ പുതിയ ഒരെണ്ണം ഇടുകയല്ലാതെ വേറെ വഴിയില്ല. അവിടെയാണ് ഗീതാ പർമാർ ഒരു രക്ഷകയെ പോലെ അവതരിച്ചത്. അങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് പോകുമ്പോഴാണ് അതേ വർഷം ഗീതയുടെ തലവര മാറ്റിമറിച്ച സംഭവം ഉണ്ടായത്. 2000 ഒക്ടോബർ 24, കൃത്യമായിട്ട് പറഞ്ഞാൽ ദീപാവലിയുടെ തലേ ദിവസം. നല്ല ഭംഗിയായിട്ട് വേഷം ധരിച്ച 9 പേർ മുംബൈയിലെ നഗരപ്രാന്തമായ ഘാട്ട്കോപ്പറിലെ BA ഷാ ആൻഡ് ബ്രദേഴ്സ് എന്ന ജ്വല്ലറിയിലേക്ക് കടന്നു വന്നു. തങ്ങൾ റവന്യൂ ഇന്റലിജൻസ് ഓഫീസർമാരാണെന്ന് അവർ പറഞ്ഞു. നല്ല ഫ്ലുവൻ്റ് ആയിട്ടും മലവെള്ളം പോലെ ഇംഗ്ലീഷിലാണ് ഇവർ സംസാരിച്ചത്. അത് കേട്ടതും ജ്വല്ലറിക്കാർ വീണുപോയെന്ന് പറയാം. വന്നിരിക്കുന്നത് ഒറിജിനൽ ഓഫീസർമാരാണെന്ന് അവരും വിശ്വസിച്ചു. നിങ്ങളുടെ കടയിൽ അനധികൃതമായിട്ട് സ്വർണം സൂക്ഷിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ അടുത്ത കാലത്തായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അതേക്കുറിച്ച് അന്വേഷിക്കുവാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയതെന്നും അവർ പറഞ്ഞു. എന്നിട്ട് സ്ട്രോങ് റൂം എവിടെയാണെന്ന് ചോദിച്ചു. അതും കൂടാതെ സ്റ്റോറിലെ ജീവനക്കാരെ മുഴുവനും ഞങ്ങൾക്ക് ചോദ്യം ചെയ്യണമെന്നും പറഞ്ഞു. എന്നിട്ട് ജീവനക്കാരെ എല്ലാം ഓരോരുത്തരെയായിട്ട് പിൻവശത്തെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അവരുടെ വായ മൂടിക്കെട്ടി ബന്ദിയാക്കി. അന്ന് രാത്രി കിനിറ്റ് അമീനും ഗീതാ പർമറും മറ്റ് 7 കൂട്ടാളികളും ചേർന്ന് ഏകദേശം 1 കോടി രൂപയോളം വിലമതിക്കുന്ന ആഭരണങ്ങളുമായിട്ട് അവിടെ നിന്നും കടന്നു. 1987 മുംബൈയിലെ ഓപ്പറ ഹൗസിലുള്ള TBS ജ്വല്ലറി വലിയൊരു മോഷണം നടന്നു. ലോകത്തിലെ ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള മോഷണങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ കാണുന്നത്. നിങ്ങൾ ആ കഥയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. മോഹൻ സിംഗ് എന്നു പേരുള്ള ഒരാൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു പരസ്യം കൊടുക്കുന്നു. CBI ഓഫീസർമാരെ ആവശ്യമുണ്ട് എന്നായിരുന്നു ആ പരസ്യം. ഇത് വായിച്ചിട്ട് ജോലിക്ക് അപേക്ഷ നൽകുവാനായിട്ട് വന്നവരിൽ നിന്നും 26 പേരെ അയാൾ സെലക്ട് ചെയ്തു. എന്നിട്ട് അവരെ ഉപയോഗിച്ച് ജ്വല്ലറി കൊള്ളയടിച്ചു. ഒരു വെടി പോലും പൊട്ടിയില്ല, ഒരായുധവും കാണിച്ചിട്ടില്ല, ഒരു തുള്ളി ചോര പോലും പൊടിഞ്ഞിട്ടുമില്ല. എന്നിട്ടും കോടിക്കണക്കിന് രൂപ വരുന്ന ആഭരണങ്ങളാണ് അന്ന് മോഷണം പോയത്. ഈ മോഹൻ സിംഗ് ആരാണെന്ന് ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇന്ത്യയുടെ DB കൂപ്പർ എന്ന് വേണമെങ്കിൽ ഇയാളെ വിളിക്കാം. ഇയാൾ ഒരു മലയാളിയാണെന്ന് പറയുന്നു. ഈ സംഭവം തമിഴിലും ഹിന്ദിയിലും സിനിമയായിട്ടുണ്ട്. മേൽ പറഞ്ഞ റോബറിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു ഈ കുറ്റകൃത്യം ഇവർ നടത്തിയത്. ഈ 2 കുറ്റകൃത്യങ്ങളും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം ഇതാണ്. മോഹൻ സിംഗിനെ പോലീസിന് ഒരിക്കലും പിടിക്കുവാനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും അമീനെയും പർമറിനെയും മറ്റ് 7 കുറ്റവാളികളെയും CBI നിസാരമായിട്ട് പിടികൂടി. 2000 കോടതി ഇവർക്ക് ജയിൽ ശിക്ഷ വിധിച്ചു. എന്നാൽ ജയിലിന്റെ ഉള്ളിൽ എത്തിയതും സ്വയം നന്നാവുന്നതിന് പകരം പർമർ അവിടെ ഒരു ശല്യമായിട്ട് മാറി. ആരെയും വെറുപ്പിക്കുന്ന വളരെ അക്രമാസക്തമായിട്ടുള്ള സ്വഭാവമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള 10 കുറ്റവാളികളിൽ ഒരാളെ എടുത്താൽ അതിൽ ഒരാളുടെ പേര് ഛോട്ടാ ഷക്കീൽ എന്നാണ്. വളരെ അപകടകാരിയായ ഒരു മനുഷ്യൻ. ദാവൂദ് ഇബ്രാഹിമിന്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായിയായിരുന്നു അയാൾ. 1993 മുംബൈ സ്ഫോടന പരമ്പരയുടെ പേരിൽ അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷിക്കപ്പെടുന്ന വ്യക്തി. ദുബായിലും ആഫ്രിക്കയിലുമൊക്കെ ഛോട്ടാ ഷക്കീൽ തന്റെ അധോലോക പ്രവർത്തനങ്ങൾ നടത്തി. ഒഡേസ എന്ന ഉക്രൈനിയൻ മാഫിയയുമായിട്ട് ബന്ധം പുലർത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഷക്കീലിന്റെ കാര്യത്തിൽ ആരും ജാഗ്രത പാലിക്കും.
അയാൾക്ക് വേണ്ടപ്പെട്ട ഒരാളെ തൊടുവാനായിട്ട് ആരുമൊന്നും മടിക്കും. എന്നാൽ ബൈക്കുള ജയിലിലെ രാജ്ഞി എന്ന പേരിൽ ഇതിനോടകം അറിയപ്പെട്ട ഗീതാ പർമർക്ക് ആ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം ഇതാണ്. ഷക്കീലിൻ്റെ കാമുകിയായ ഷമീം മിർസാബാഗ് 2002 അറസ്റ്റിലായി. മുംബൈ നഗരത്തിൽ ആയുധങ്ങൾ എത്തിക്കുന്നതും വിൽക്കുന്നതും വാങ്ങുന്നതും സംബന്ധിച്ച് ഇരുവരും നടത്തിയ ഇമെയിലുകൾ പോലീസ് ചോർത്തി. അതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. ഇതേ ഷമീം മിർസാബാഗ് 2004 ഒക്ടോബറിൽ മിർസാബാഗ് ജയിൽ അധികാരികൾക്കും അതുപോലെ നിയുക്ത ജഡ്ജിക്കും ഒരു പരാതി നൽകി. പരാതിയിൽ പറഞ്ഞ കാര്യം ഇതായിരുന്നു. ഗീതാ പർമർ എന്ന തടവുപുള്ളി തൻ്റെ കൈകളിലും കഴുത്തിലും ക്രൂരമായിട്ട് മർദ്ദിച്ചുവെന്നും ഭിത്തിയിൽ ചേർത്ത് വെച്ച് ഇടിച്ചുവെന്നുമായിരുന്നു പരാതി. ജയിലിലെ മുഴുവൻ സ്ത്രീകളെ ഇവൾ മർദ്ദിക്കാറുണ്ട്, അവരിൽ നിന്നും പണം തട്ടിയെടുക്കാറുമുണ്ട്. പർമർ മറ്റുള്ളവരെ ഭയപ്പെടുത്തുകയാണ്, ഷമീം പറഞ്ഞു. മാത്രവുമല്ല, ജയിലിൻ്റെ ഉള്ളിൽ വർഗീയമായിട്ടുള്ള ഭിന്നിപ്പുണ്ടാക്കുവാൻ, അതായത് ഹിന്ദു മുസ്ലിം വർഗീയത ഉണ്ടാക്കുവാനായിട്ട് പർമർ ശ്രമിക്കുന്നതായിട്ടും മിർസാബാഗ് ആരോപിച്ചു. ആ ആരോപണത്തിൽ സത്യമുണ്ടായിരുന്നു. ബൈക്കുള ജയിലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പർമർ മെല്ലെ പിടിമുറുക്കി. 2004 ഡിസംബറിൽ ജയിലിലുള്ള 4 ശൗചാലയങ്ങളിൽ 3 അവളും 2 വിദേശ വനിതകളും ചേർന്ന് കൈയടക്കി. ചുരുക്കത്തിൽ 17 വിചാരണ തടവുകാർ 3 ശൗചാലയങ്ങൾ ഉപയോഗിക്കുമ്പോൾ ബാക്കിയുള്ള 150 പേർക്ക് ഉപയോഗിക്കുവാനായിട്ട് 1 മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പർമറിന് വളരെ അക്രമാസക്തമായ സ്വഭാവമുണ്ടായിരുന്നു. ആർക്കും അവളെ എതിർക്കുവാനായിട്ട് കഴിയില്ല. എതിർത്താൽ അവരുടെ കാര്യം പോക്കാണ്. കാരണം ഗീതാ പർമർ ക്യോകുഷൻ കരാട്ടയിൽ ബ്രൗൺ ബെൽറ്റ് എടുത്തവളാണ്. വൈകാതെ മഹാരാഷ്ട്രയിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഈ പ്രശ്നം ഹിയറിംഗിന് വേണ്ടി എടുത്തു. അപ്പോൾ അവൾക്കെതിരെ വേറെയും ഗുരുതരമായിട്ടുള്ള പരാതികൾ ഉയർന്നു വന്നു. അതിലൊന്നിതായിരുന്നു. പർമറും കൂട്ടരും കൈയടക്കി വെച്ച 3 വാഷ്റൂമുകളിൽ ഒന്ന് ഒരു തടവുകാരി ബലം പ്രയോഗിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചു. അവളെ പർമർ മർദ്ദിച്ചു. ആ സ്ത്രീയുടെ മുഖത്ത് മരണം വരെ അവശേഷിക്കുന്നൊരു പാട് സമ്മാനിച്ചു. ഇത് വലിയൊരു വിഷയമായി. ഈ സമയമായപ്പോഴേക്കും ഗീതയുടെ അക്രമം മൂലം സഹികെട്ട അധികാരികൾ അവളെ നിരവധി ജയിലുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. ആർദർ റോഡ് ജയിൽ, ബൈക്കുള, നാഗ്പൂർ എന്നിങ്ങനെ 3 ജയിലുകളിലാണ് അവൾ കഴിഞ്ഞത്. എന്നാൽ ഏതൊക്കെ ജയിലിൽ പോയോ അവിടെയെല്ലാം അവൾ പ്രശ്നമുണ്ടാക്കി. അവസാനം 2006 മെയ് മാസം കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം അവളെ 4ാമത്തെ ജയിലായ താനെയിലേക്ക് മാറ്റുവാനായിട്ട് തീരുമാനിച്ചു. ഒരു ജയിലിലും അധികാരികൾക്ക് അവളെ കൈകാര്യം ചെയ്യുവാനായിട്ട് കഴിയാത്ത അവസ്ഥയായിരുന്നു. അവളെക്കുറിച്ചും അവൾ പ്രയോഗിക്കുന്ന അധികാരത്തെക്കുറിച്ചും ഓർക്കുമ്പോൾ തന്നെ വാർഡന്മാർ ഭയന്നു വിറച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം അവൾ ജയിലിന്റെ ഉള്ളിൽ ഗുണ്ടാ സംഘങ്ങൾ ഉണ്ടാക്കുകയും അവരെ അക്രമങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും മറ്റു തടവുകാരെ മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു. പർമറിന് ഒരേ സമയം 2-3 സ്ത്രീകളെ മർദ്ദിക്കുവാനായിട്ട് കഴിയുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ മാറ്റങ്ങൾ കൊണ്ട്, അതായത് ഒരു ജയിലിൽ നിന്നും മറ്റൊരു ജയിലിലേക്കുള്ള മാറ്റങ്ങൾ കൊണ്ട് അവൾ ചില കാര്യങ്ങൾ പഠിച്ചു. ഓരോ ജയിലിലുമുള്ള സുരക്ഷകൾ എന്താണ്, ജയിലിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ടൊരു പ്ലാൻ തയ്യാറാക്കുകയാണെങ്കിൽ ഏതു വഴിക്ക് രക്ഷപ്പെടാം, ഇതെല്ലാം അവൾ മനഃപാഠമാക്കി. അങ്ങനെ ഇരിക്കെ 2006 മെയ് പകുതിയോടെ ഗീതയെ താനെ ജയിലിലേക്ക് മാറ്റുവാനായിട്ട് ഉത്തരവ് വന്നു. 3 പോലീസുകാരുടെ ഒപ്പം ട്രെയിനിലാണ് അവളെ അയച്ചത്. ഈ സമയം കൊണ്ട് പർമറിന് ആ റൂട്ട് വളരെ പരിചിതമായിരുന്നു. ആ യാത്രക്കിടയിൽ ട്രെയിൻ ഫുസാവൽ എന്ന സ്റ്റേഷനിൽ എത്തി. അപ്പോൾ ഗീത തനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ടെന്നും ഇപ്പോൾ തന്നെ ട്രെയിനിൽ നിന്നും ഇറങ്ങണമെന്നും വാശി പിടിച്ചു. അവൾക്ക് വിശന്നിട്ടായിരിക്കുമെന്ന് വിചാരിച്ച് ആഹാരം വാങ്ങാമെന്ന് പോലീസുകാർ സമ്മതിച്ചു. അങ്ങനെയാണ് 2 കാവൽക്കാരുടെ കൂടെ ട്രെയിനിൽ നിന്നും ഗീത ഇറങ്ങിയത്. പിന്നെ അവൾ സമയം പാഴാക്കിയില്ല. കരാട്ടെ പരിശീലിച്ച പർമർ വെട്ടിത്തിരിഞ്ഞ് വനിതാ ഗാർഡിനെ ആദ്യം ആക്രമിച്ചു. അവളെ ഫലപ്രദമായിട്ട് താഴെ വീഴ്ത്തി. എന്നിട്ട് അടുത്തു നിന്ന പോലീസുകാരൻ്റെ മുഖത്ത് ശക്തമായിട്ട് ഇടിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് 3ാമത്തെ ഗാർഡ് മനസ്സിലാക്കി ട്രെയിനിൽ നിന്നും ഓടി വരും മുൻപായിട്ട് അവൾ അപ്രത്യക്ഷയായി. ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ഫുസാവൽ റെയിൽവേ സ്റ്റേഷനിൽ പരാതി നൽകി കേസ് രജിസ്റ്റർ ചെയ്തു. ഒരു ജയിൽ ചാട്ടം എന്നാൽ അത് പെട്ടെന്ന് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാവുന്ന ഒന്നല്ല. അതിനു പിന്നിൽ നിരവധി മാസങ്ങളുടെ പ്ലാനും പദ്ധതികളും വേണം. രക്ഷപ്പെടുവാനുള്ള വഴി വരെ കണ്ടുവയ്ക്കണം. നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നടക്കമുള്ള വ്യക്തമായ ധാരണയും ആവശ്യമാണ്. അവിടെയാണ് അടുത്ത ചോദ്യം ഉയരുന്നത്. എന്തുകൊണ്ടാണ് പർമർ രക്ഷപ്പെടുവാനായിട്ട് ഫുസാവൽ റെയിൽവേ സ്റ്റേഷൻ തീരുമാനിച്ചത്? കാരണം നാഗ്പൂരിനും താനയ്ക്കുമിടയിൽ കൃത്യം നടുവിലാണ് ഈ സ്റ്റേഷൻ ഉള്ളത്. വിശാലമായ ഉൾനാടൻ പ്രദേശങ്ങളാണ് ഇവിടെ. ചുറ്റും വയലുകളാണ്. ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ ഇവിടെ നിന്നും ഗ്രാമപ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യുവാനും രക്ഷപ്പെടുവാനും കഴിയും. അവളെ സഹായിക്കുവാൻ ജയിലിന്റെ അകത്തും പുറത്തും അനുയായികളുടെ ഒരു വലിയ ശൃംഖല തന്നെ ഉണ്ടായിരുന്നു. അതേ സമയത്ത് ജയിൽ ചാടി പുറത്തു വരുന്ന ഗീതയെ കാത്ത് അവളുടെ മകനുണ്ടായിരുന്നു. അവന്റെ അടുത്തേക്കാണ് അവൾ പോയത്. പിന്നീട് ഒരു വ്യാഴവട്ടക്കാലം, അതായത് 10 വർഷത്തോളം പോലീസിന് അവളെ തൊടുവാൻ പോലും കഴിഞ്ഞില്ല. ഒടുവിൽ 2016 അവൾ പിടിയിലായത്. റിപ്പോർട്ടുകൾ പ്രകാരം ജയിൽ ചാടിയ ശേഷം അവളുടെ ജീവിതം ഇങ്ങനെയായിരുന്നു. ഇതിനോടകം ജയിലിൽ നിന്നും പുറത്തു വന്ന കിനിറ്റ് അമീനുമായിട്ട് അവൾ വീണ്ടും ബന്ധപ്പെട്ടു. ആ സമയത്ത് അയാൾ ഗുജറാത്തിൽ അനധികൃതമായിട്ട് മയക്കുമരുന്ന് നിർമ്മിക്കുകയും പല സംസ്ഥാനങ്ങളിലേക്ക് വിതരണം ചെയ്തു വരികയുമാണ്. പർമർ തന്റെ കുടുംബത്തെ മുഴുവനും ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുത്തി. വൈകാതെ ഒരു മയക്കുമരുന്ന് വിതരണ ശൃംഖല കെട്ടിപ്പടുത്തു. തങ്ങളുടെ പ്രവർത്തന കേന്ദ്രത്തിന് ചുറ്റുമുള്ള വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു.
പോലീസ് തങ്ങളെ സമീപിച്ചാൽ അപ്പോഴപ്പോൾ അറിയുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി ഓരോ തവണയും പ്രവർത്തന സ്ഥലം മാറ്റിക്കൊണ്ടേയിരുന്നു. പോലീസിന്റെ റെയ്ഡ് വരുമെന്ന് മുന്നറിയിപ്പ് കിട്ടിയാൽ അവൾ തെരുവിലേക്ക് ഇറങ്ങും. അവിടെ കിടന്ന് ബഹളം വയ്ക്കും. അങ്ങനെ ജനങ്ങളുടെ ശ്രദ്ധ തന്റെ നേരെ ആകർഷിക്കും. അതേ സമയത്ത് വീടിന്റെ ഉള്ളിൽ അവളുടെ മകനും മരുമകളും അതുപോലെ ജോലിക്കാരും ചേർന്ന് തെളിവുകൾ ഒളിപ്പിക്കും. പിന്നെ എല്ലാവരും വളരെ സമർത്ഥമായിട്ട് അവിടെ നിന്നും രക്ഷപ്പെടും. എന്നാൽ 2016 വരെയാണ് അവൾക്ക് പോലീസിന്റെ കണ്ണു വെട്ടിക്കുവാനായിട്ട് കഴിഞ്ഞത്. ആ വർഷം പോലീസ് അവരെ വേട്ടയാടി. അവസാനം ആ കുടുംബം മുഴുവൻ പിടിക്കപ്പെടുകയും തൊട്ടു പിന്നാലെ ജയിലിലാവുകയും ചെയ്തു. ഇത്രയുമാണ് ഗീതാ പർമറിന്റെ കഥ. ഞെട്ടിക്കുന്ന ഒരു ജീവിതകഥയാണിത്. എങ്കിലും ഗീതാ പർമറിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്കറിയൂ. അവരുടെ യാതൊരു ഡീറ്റെയിൽസും പോലീസ് ഇന്നുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്തിനേറെ ഗീതാ പർമറിന്റെയോ അതുപോലെ അവളുടെ മകന്റെയോ അങ്ങനെ തുടങ്ങിയ ആരുടെയും ഒരു ഫോട്ടോ പോലും നെറ്റിൽ കിട്ടുവാനില്ല. അതിന് പിന്നിലെ കാരണവും നമുക്കറിയില്ല. നെറ്റിൽ നോക്കുകയാണെങ്കിൽ ഛോട്ടാ ഷക്കീലിന്റെ കാമുകിയെ ഇവർ ആക്രമിച്ച കാര്യം മാത്രം കാണാം. വേറെ ഒന്നും കിട്ടുവാനില്ല. ഇത്രയുമാണ് ഇന്നത്തെ കഥ. ചെറിയ കഥയാണ്, പക്ഷേ ഇതിൽ കൂടുതൽ ഒന്നും പറയുവാനുമില്ല.